ഈ ഓണപരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യമായിട്ടാണ് മാഷ് വരുന്നത്. ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ പല ആൾക്കാർക്ക് പേടിയാ അല്ലേ? പക്ഷെ ആ പേടി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഫ്രാക്ഷൻസിന്റെ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഫ്രാക്ഷൻസ് ആണ്. ഇവിടെ ഞാൻ രണ്ട് ടൈപ്പ് ഫ്രാക്ഷനുകൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കാണാൻ ഒരുപോലെ അല്ല അല്ലേ? ഇതിന്റെ രണ്ടിനും പ്രത്യേക പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയുന്നവർക്ക് ഇപ്പൊ തരുന്ന കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഈ ഫ്രാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇതിന്റെ ബൈയുടെ മുകളിൽ ഒരു നമ്പർ, ബൈയുടെ താഴെ ഒരു നമ്പർ, അങ്ങനെ സാധാരണ രൂപത്തിലുള്ള ഫ്രാക്ഷൻ ആണ്. ഇതാണ് സാധാരണ ഫ്രാക്ഷൻ കേട്ടോ. ഇതാണ് സാധാരണ ഭിന്നസംഖ്യ. പക്ഷേ ഈ ഫ്രാക്ഷൻ കണ്ടോ, ഈ ഭിന്നസംഖ്യ ഇതിനൊരു പ്രത്യേക പേരുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ സാധാരണ ബൈയുടെ മുകളിൽ ഒരു നമ്പർ, ബൈയുടെ താഴെ നമ്പർ, അങ്ങനെ സാധാരണ ഒരു ഫ്രാക്ഷൻ ഇവിടെ ഉണ്ട്. ആ ഫ്രാക്ഷന്റെ മുമ്പിലായിട്ട് ഒരു സാധാരണ നമ്പറും ഉണ്ട് അല്ലെ? അങ്ങനെ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും അടുത്തടുത്ത് വന്നിട്ടുള്ള രൂപത്തിലുള്ള ഫ്രാക്ഷൻ ആണിത്. ഇങ്ങനെ ഒരു നമ്പറും ഫ്രാക്ഷനും അടുത്തടുത്ത് വന്നിട്ടുള്ള രൂപത്തിലുള്ള ഫ്രാക്ഷൻ വിളിക്കുന്ന പേരാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നം. അതിന്റെ പേര് തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മിക്ക ആൾക്കാർക്ക് നേരത്തെ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ മയുടെ മുകളിൽ ഒരു നമ്പർ, താഴെ ഒരു നമ്പർ, ഇതാണ് സാധാരണ ഫ്രാക്ഷന്റെ, സാധാരണ ഭിന്നസംഖ്യന്റെ രൂപം. ആ സാധാരണ ഫ്രാക്ഷന്റെ കൂടെ ഒരു നമ്പറും കൂടി വരികയാണെങ്കിൽ അത് മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നായി അല്ലെ? ഒരു ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാനും മിക്സ്ഡ് ഫ്രാക്ഷനെ നേരെ തിരിച്ച് ഫ്രാക്ഷൻ ആക്കാനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം കേട്ടോ. അതെങ്ങനെ മാറ്റാം, അത് എപ്പോഴാണ് മാറ്റേണ്ടത്? അങ്ങനെ എപ്പോഴും തോന്നുന്ന പോലെ ഒന്നും മാറ്റാൻ പറ്റൂല കേട്ടോ. അതുകൂടെ ഇങ്ങനെ ആലോചിക്കാം. നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ എഴുതി വരുമ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ആൻസർ ഒരു ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടിയ ഉത്തരം ഇപ്പൊ ഏകദേശം ഒരു 9/4 എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കാം. കണ്ടോ, ഇത് ഫ്രാക്ഷൻ ആണല്ലോ. ബൈയുടെ മുകളിൽ നമ്പർ കാരണം ഇതെന്താണ്? നമ്മൾ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ ചെയ്ത് വന്നപ്പോ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിട്ടിയ ആൻസർ ആണ്. ഇങ്ങനെ എഴുതിയോണ്ട് നമുക്ക് മാർക്ക് കിട്ടൂല. ഈ ഫ്രാക്ഷൻ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെ പറ്റുക? ഈ ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റൂല. ഈ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ്? ഫ്രാക്ഷൻ നോക്കിയിട്ട് അതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലാത്ത കാര്യം മനസ്സിലാക്കാം. അത് ഒന്നാമത്തെ പോയിന്റ്. അതാണ് ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ചോദ്യത്തിന് ഉത്തരം എഴുതി ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള കിട്ടിയ ആൻസർ, ആ ആൻസർ ഫ്രാക്ഷൻ ആണെങ്കിൽ ആ ഫ്രാക്ഷന്റെ ബൈയുടെ താഴെ ഉള്ളതിനേക്കാൾ വലുതാണ് മുകളിലുള്ളത് എന്ന് നോക്കാം. ഈ ഫ്രാക്ഷൻ എന്താ? ബൈയുടെ താഴെ 4 ആണ്, ബൈയുടെ മുകളിൽ 3 ആണ്. അങ്ങനെ ബൈയുടെ താഴെ ഉള്ളതിനേക്കാൾ വലുതാണ് മുകളിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്താക്കാൻ വേണ്ടി പറ്റും? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ താഴെ 3 ആണ്, മുകളിൽ 1 ആണ്. താഴെക്കാൾ ചെറുതാണ് മുകളിൽ. അത് താഴെക്കാൾ ചെറുതാണ് മുകളിൽ എന്നുണ്ടെങ്കിൽ അതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി കിട്ടിയ ലാസ്റ്റ് ആൻസർ അതിന്റെ ഒരു ഫ്രാക്ഷൻ ആണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയ ആൻസർ എന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷന്റെ ബൈയുടെ താഴെക്കാൾ വലുതാണ് മുകളിൽ എന്നുണ്ടെങ്കിൽ അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി നമ്മൾ എഴുതണം. അങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു മാർക്ക് അവിടെ നഷ്ടപ്പെടും കേട്ടോ. മിക്കവാറും ടീച്ചർ നമുക്ക് 1 മാർക്ക് 1/2 മാർക്ക് അവിടെ കുറയ്ക്കും. അപ്പൊ നമ്മൾ ഫുള്ള് പഠിച്ചു പോയാൽ നമുക്ക് ഫുൾ മാർക്ക് നഷ്ടമാവും. അങ്ങനെ 1 മാർക്ക് 1/2 മാർക്ക് എല്ലാത്തിനും പോയി നമുക്ക് എ ഗ്രേഡ് പോലും പോകും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എക്സാം നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി വരുമ്പോൾ ലാസ്റ്റ് കിട്ടിയ ആൻസർ ഇതുപോലെ ഫ്രാക്ഷൻ ആണ്, ബൈയുടെ താഴെക്കാൾ വലുതാണ് മുകളിൽ എന്നുള്ള രൂപത്തിലുള്ള ഒരു ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ഇനി ഒരു ഫ്രാക്ഷൻ എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതെങ്ങനെയുള്ള കാര്യം പെട്ടെന്ന് നോക്കാം. ഒരു ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം ബൈയുടെ താഴെക്കാൾ വലുത് മുകളിൽ ഉണ്ടായാലേ മാറ്റാൻ പറ്റുള്ളൂ. എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ അതിന് സാധാരണ ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ 9/4 നിങ്ങൾക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ 9/4 9/4 ചെയ്താൽ മതി. ബൈയുടെ മുകളിലുള്ളത് ഇതിന്റെ അകത്തും താഴത് പുറത്തുമായിട്ട് അങ്ങനെ 9/4 ചെയ്യാം. അപ്പൊ കിട്ടുന്ന ഉത്തരം വെച്ചിട്ട് നമുക്ക് അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റുകയെന്ന് അറിയോ? 9/4 ചെയ്ത് എന്താ ഉത്തരം കിട്ടുക? 9ൽ 4 2 പ്രാവശ്യം പോവും. 2 4 8 ആണ്, 1 ബാക്കി വരും. ഇതിനപ്പുറത്തേക്കും ചെയ്യാൻ വേണ്ടി കഴിയൂല. ബാക്കി ചെയ്യണമെങ്കിൽ പോയിന്റ് ഇട്ട് കൊടുക്കണം, പോയിന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. റിമൈൻഡർ എന്താണോ വന്നത് അതുവരെ ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം 9/4 ചെയ്യുമ്പോൾ അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെ ആക്കാന്ന് വെച്ചാല് നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 2 ആണ് അല്ലേ? ആ 2 ആദ്യം നമ്മൾ എടുത്ത് ചെയ്താൽ ഈ 2 ഇവിടുന്ന് എടുത്തത് 9/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 2 ആണ് അല്ലേ? അതുപോലെ നമുക്ക് റിമൈൻഡർ 1 വരുന്നുണ്ട് അല്ലേ? ആ 1നെ നമുക്ക് എന്താ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല.
അതുകൊണ്ട് നമ്മളത് റിമൈൻഡർ ആക്കി വെച്ചതാ, ലിസ്റ്റ് വെച്ചതാ അല്ലേ. അപ്പൊ 1 4 ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ റിമൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിമൈൻഡറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ റിമൈൻഡർ ബൈ 4 എന്നുള്ളത് അതുപോലെ എടുത്ത് ചെയ്ത ഈ 1 എവിടുന്ന വന്നത്, ഈ 1 റിമൈൻഡർ ആണ്. ഈ 4 എവിടുന്ന വന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ, ഇവിടെ താഴെ സംഖ്യ, ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയാണ് ഈ 4. അപ്പോ റിമൈൻഡർ ബൈ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ, അതുപോലെ മുകളിലുള്ള ഉത്തരം മുമ്പിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മിക്സ്ഡ് ഫ്രാക്ഷന്റെ രൂപമായി. അപ്പോ ബൈയുടെ താഴ്ന്നതിനേക്കാൾ വലുതാണ് മുകളിലുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ റിമൈൻഡർ ഉണ്ടെങ്കിലേ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. റിമൈൻഡർ ഉണ്ടെങ്കിൽ എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക, ഉത്തരം മുമ്പിൽ എഴുതുക. ഇനി റിമൈൻഡർ ഇല്ലെങ്കിലോ, റിമൈൻഡർ ഇല്ലെങ്കിൽ ഉത്തരം മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഉത്തരം മുമ്പിൽ എഴുതുക, പിന്നെ റിമൈൻഡർ ബൈ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ ഉണ്ടോ, റിമൈൻഡർ 1 ആയിരുന്നു, 1/4. അപ്പൊ 2 ഉത്തരമായിരുന്നു, 2 ഇവിടെ എഴുതി. റിമൈൻഡർ 1 ആയിരുന്നു, ഡിവൈഡ് സംഖ്യ 4 ആയിരുന്നു, അങ്ങനെ 1/4 ഇവിടെ എഴുതി. അതാണ് 9/4 ഉള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബൈയുടെ താഴ്ന്നേക്കാൾ വലുത് മുകളിൽ വേണം. അങ്ങനെയുള്ള ഫ്രാക്ഷൻ മാത്രം മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുള്ളൂ. മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ റിമൈൻഡർ വരണം. എങ്ങനെ റിമൈൻഡർ വെച്ചിട്ട് ചെയ്യാം, കിട്ടിയ ഉത്തരം മുമ്പിൽ എഴുതുക, പിന്നെ റിമൈൻഡർ ബൈ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ, അങ്ങനെ എഴുതിയാലും മിക്സ്ഡ് ഫ്രാക്ഷൻ ആയി. 9/4 എന്ന ഫ്രാക്ഷന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് 2 1/4 ഈക്വൽ ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ 7/4 എന്നുള്ള മിക്സ്ഡ് 7/4 എന്ന ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രാക്ഷനുകൾ കണ്ടെത്താം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം അത്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, ഏത് ചോദ്യത്തിനും ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഉത്തരം, ഏത് ചോദ്യത്തിൽ ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം ഒരു ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് ആക്കി എഴുതി വെച്ചാൽ മാത്രമേ എന്നിട്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാവൂ കേട്ടോ. അപ്പോൾ ഏത് ചോദ്യത്തിലും ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഒരു ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബൈയുടെ താഴ്ന്നേക്കാൾ വലുത് മുകളിലുണ്ടെങ്കിൽ അതിന്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാവുള്ളൂ. ഫൈനൽ ആൻസറിലാട്ടോ ചെയ്യേണ്ടത്, ലാസ്റ്റ് കിട്ടിയ ആൻസറിൽ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ കാര്യം അറിയാതെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക. പിന്നെ എല്ലാവരും ഇപ്പൊ വീഡിയോ ലൈക്ക് അടിച്ചു വെച്ചു. അങ്ങനെ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരാം. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുന്ന പഠിച്ചു. ഇനി മിക്സ്ഡ് ഫ്രാക്ഷനെ തിരിച്ചിങ്ങനെ ഫ്രാക്ഷൻ ആക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണക്കുകളൊക്കെ ഉണ്ട്. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണക്കുകളൊക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷ് വീണ്ടും വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കേണ്ട, കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. തൽക്കാലം മാഷ് പോവാണ്. ബൈ ബൈ.